അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടിൽ വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. കണ്ടു നോക്കിയൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഒരു വെറൈറ്റി ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്, വരുന്ന ആൾക്കാർക്ക് കഴിക്കാനും അതിലേറെ ഇഷ്ടമായിരിക്കും. പിന്നെ നോമ്പൊക്കെയല്ലേ വരുന്നത്, നോമ്പിന് ഇഫ്താർ പാർട്ടിയിലൊക്കെ സ്പെഷ്യലാക്കാനും കളറാക്കാനൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയൊക്കെ ഉപകാരപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തെടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ. വീട്ടിൽ പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴേ ഗ്രില്ലഡൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ടുള്ളൊരു സ്പെഷ്യൽ സോസാണ്. ഒന്ന് കണ്ടു നോക്കിയേക്കൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെള്ളക്കടലാണ്. അത് നമുക്കൊരു കപ്പോളം വേണം. അത് തലേന്ന് കുതിർത്തി വെച്ചിട്ട് പിറ്റേന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് വെള്ളുള്ളി വേണം 2 അല്ലി, ഒരു വറ്റൽമുളക്, പുതിന ഒരു പിടിയോളം അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം പുതിന ഉണ്ടെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാവുള്ളൂ. ഇനി മിക്സിയുടെ ജാറിലോട്ടേക്ക് നമുക്ക് വിനിഗർ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂണോളം വിനിഗർ വേണം. 1 ടേബിൾ സ്പൂണോളം തൈര് നമുക്കിതിലേക്ക് വേണം കേട്ടോ. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടലയും പുതിനയും വെള്ളുള്ളിയും വറ്റൽമുളകും എല്ലാം മിക്സിയുടെ ജാറിലോട്ടേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ശരിക്കും ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. വീട്ടിൽ വിരുന്നാരോ ഇനിയിപ്പോൾ വിരുന്നാരില്ലെങ്കിലും നമുക്ക് ചുമ്മാ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സോസിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ടേസ്റ്റ് എന്ന് പറയുന്നത് 100%. ഇതൊക്കെ എൻ്റെ സ്വന്തം റെസിപ്പി കേട്ടോ. ഞാൻ സത്യത്തിൽ ഈ സോസ് ഐറ്റംസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി മറിച്ചിട്ടൊക്കെ ഒന്ന് എപ്പോഴും ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഏതാണോ നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത് അതാണ് നിങ്ങളായിട്ട് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വിരുന്നാരൊക്കെ വരുന്ന സമയത്തെ ഇങ്ങനത്തതൊക്കെ വെറൈറ്റി ആയിട്ട്, അതായത് കഴിക്കാത്തൊരു ഫ്ലേവർ നമുക്ക് സെർവ് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും അത് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇത് എടുത്ത് വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 1 ആഴ്ച 2 ആഴ്ച അങ്ങനെ കേടുകൂടാതെ അങ്ങനെ കിട്ടും. കാരണം വിനിഗറൊക്കെ ചേർത്തിട്ട് നമ്മൾ അരച്ചെടുത്തതല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനും ഭയങ്കര രസമാണ്. ഇനിയിപ്പോൾ അതാണ്ട് ഇങ്ങനെ സെർവ് ചെയ്തോളൂ, ഒരു കുബൂസ് അതിൻ്റെ മുകളിൽ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു സോസ് ഇതിൻ്റെ മുകളിൽ തൂവിയിട്ട് അങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചതും കൂടെ ഉണ്ടെങ്കിൽ കളറായിട്ടോ സെറ്റായി. ഇത് ടേസ്റ്റ് അറിയാം ഇതിങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ വീട്ടിൽ വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഇത് പ്ലാൻ ആക്കാൻ വേണ്ടി മറക്കരുത്. ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് നോമ്പിന് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയൊരു ഐറ്റം എന്നാണ്. പിന്നെ വിരുന്നാർ വരുമ്പോഴും അപ്പോഴും തയ്യാറാക്കാൻ പറ്റും. അപ്പം നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് പീസാണ് വേണ്ടത്. ഞാൻ 1 എടുത്തത്. 1 നമുക്കൊരു 3 ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് തിന്നുമല്ല ഒരുപാട് തിക്കുമല്ല, ഒരു മീഡിയം സൈസിലുള്ള രീതിക്ക് നമുക്ക് ദാണ്ടെ ഇങ്ങനെ ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ബ്രസ്റ്റ് പീസ് എടുക്കുക. ഞാനിപ്പോഴും 1 എടുത്തത്. ചിക്കന് ശരിക്കും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് അരിഞ്ഞു കൊടുത്തത്. അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോക്കി കഴിഞ്ഞതിന് ശേഷമാണ് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. കെച്ചപ്പ് അങ്ങനെ 3 പീസിൻ്റെ മുകളിലോട്ടേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറേ ഒന്നും വേണ്ട കേട്ടോ, ഒരു 1/2 ടീസ്പൂണിന് രീതിക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് സോയാ സോസ്, അതും കുറച്ച് ഇതിൻ്റെ 3 പീസിൻ്റെ മുകളിലോട്ടേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം. ടൊമാറ്റോ കെച്ചപ്പോ സോസോ അതേപോലെ തന്നെ സോയാ സോസൊക്കെ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും അതും ഇങ്ങനെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എരിവിനായിട്ട് വറ്റൽമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരിൻ്റെ മുളകും പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ കുറേ ഇട്ട് കൊടുക്കരുത്, എല്ലാം കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്കൊരു ലൈറ്റ് ഫ്ലേവറാണ് നമുക്കിതിൽ വേണ്ടത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കുക. എല്ലാ സ്ഥലത്തോട്ടേക്ക് എത്തുന്ന രീതിക്ക് ദണ്ടൊന്ന് കുഴച്ച് കൊടുക്കുക. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. അതായത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ട് ഞാനിപ്പോൾ കോട്ട് ചെയ്യും. അത് കോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ബോക്സിലിട്ടിട്ട് പിന്നെ ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നോമ്പിന് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനിയിപ്പം സ്റ്റോർ ചെയ്ത് വെക്കാൻ താല്പര്യമില്ലെങ്കിൽ അപ്പം ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തോളൂ. ഇനി വീട്ടിൽ വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. നമുക്കിനി വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസാണ്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ട് അതൊന്ന് കണ്ട് നോക്കി നോക്കൂ. ഇനി ഇല്ലെങ്കിൽ നിങ്ങളൊരു പാക്കറ്റ്, വലിയ പൈസ ഒന്നുമില്ല, നാട്ടിലത്തെ ഒരു 110-150 റുപ്യല്ലേ വരുള്ളൂ അല്ലേ ഒരു പാക്കറ്റിന്, അത്ര ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന കേട്ടോ. അപ്പോഴങ്ങനെ അത് വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്താലും മതി. ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായില്ല ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെക്കാനായിട്ട്.
അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ്റെ മുകളിലോട്ടേക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇനി തൊട്ടിപ്പിടിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ മുട്ട കലക്കിയതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്താൽ അതിങ്ങനെ അടർന്ന് പോകാതെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ. കൈ വെച്ചിട്ട് ശരിക്കും ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ കിട്ടും. എന്നിട്ട് ചൂടായി കിടക്കുന്ന തവയിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്, എന്നാലേ ശരിക്കും വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ചിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഒരു സൈഡ് ശരിക്കും ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കതൊന്ന് മറിച്ചിടാം. അങ്ങനെ മൊരിഞ്ഞ് വെച്ചാൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവില്ലേ, അപ്പോഴെന്നെ നമുക്കതൊന്ന് മറിച്ചിടാം. പിന്നെ നമുക്ക് മറു സൈഡ് ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കോരി മാറ്റാം കേട്ടോ. ഇതൊരു സൂപ്പർ സ്നാക്സാണ്, എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. എന്ത് ടേസ്റ്റായിട്ടാണ് അറിയാം കഴിക്കാനായിട്ട്. നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു സോസ് ഇല്ലേ, അതിലങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാനൊക്കെ പൊള്ളിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സോസും കൂടെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ രണ്ടും കൂടെ കൂട്ടിയിട്ടൊന്ന് സെർവ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സും വെറൈറ്റി ആയിട്ടുള്ള തൂം ഐറ്റംസൊക്കെ വേണമെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ലിങ്ക് അങ്ങനെ പിന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. തൂമിൻ്റെ ഒക്കെ റെസിപ്പി ഉണ്ട്. അൽബേക്ക് സ്പെഷ്യലായിട്ടുള്ളത്. നോമ്പൊക്കെ അല്ലേ വരുന്നത്, നോമ്പിനൊക്കെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാലും ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ പണിയും കഴിയണം. നോമ്പിനൊക്കെ വെച്ചാൽ നമുക്ക് ഇബാദത്ത് എടുക്കേണ്ട ആ ഒരു സമയമല്ലേ, അതിന് ഫുഡിനായിട്ട് ഇങ്ങനെ കുറേ നേരം വേസ്റ്റ് ആക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ ഏറ്റവും എളുപ്പത്തിലുള്ളത് മാത്രം അങ്ങനെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കും വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ വിളമ്പാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും രുചിയുള്ള ഐറ്റംസ് തന്നെ ആയിരിക്കണം അല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ ഇതേപോലെയുള്ള എളുപ്പ വഴികളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, അതൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞതിന് ശേഷം മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല വലിയ പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് ഈ ഒരു ചിക്കൻ ബ്രസ്റ്റ് പീസ് അങ്ങനെ ഇടുക. എന്നിട്ട് സൈഡിൽ ബണ്ണ് വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഇല ഉണ്ടല്ലോ, പാർസലിൻ്റെ ഇല, റോസ്മേരിൻ്റെ ഇല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് അരിഞ്ഞതും കൂടെ അങ്ങനെ ഇട്ടിട്ട്, അതേപോലെ നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പിന്നെ സോസ് ഉണ്ടല്ലോ കടലൻ്റെ, അതും ഒരു ബൗളിൽ വെച്ചിട്ട് സെർവ് ചെയ്യുക. ഇതെല്ലാം കൂടെ കൂടിയിട്ട് അങ്ങനെ ടേബിൾ മേലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് സൂപ്പറായിരിക്കും കേട്ടോ. കുറച്ച് ഹെൽത്തി ആവുകയും ചെയ്യും, നമുക്ക് കഴിക്കാൻ അതിലേറെ ഇഷ്ടമാവുകയും ചെയ്യും. കാണുമ്പം തന്നെ ഒരു പ്രത്യേക മൊഞ്ചുമായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ചിക്കനൊക്കെ ശരിക്കും വെന്തിട്ടുമുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. പുറമേ നല്ല മുരിഞ്ഞിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ്, നല്ല ഫ്ലേവറുള്ള ഒരു സ്നാക്സ് തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നോമ്പിന് അവർ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തോട്ടെ. ഇനി അടുത്തതും ചിക്കൻ ബ്രസ്റ്റ് പീസ് വെച്ചിട്ടുണ്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. 2 ചിക്കൻ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. വിങ്സോട് കൂടിയിട്ടുള്ളതാണ് എടുത്തത്. ഇതിങ്ങനെ തന്നെ വാങ്ങാനും കിട്ടും, അല്ലെങ്കിൽ നമ്മൾ മുഴുവനായിട്ടുള്ള ചിക്കൻ വാങ്ങല്ലോ, അപ്പോഴിങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് നമ്മൾ പ്ലെയിൻ മന്തി റൈസൊക്കെ ഉണ്ടാവുമല്ലോ, അത് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മൾ സാധാ വീട്ടിലുണ്ടാക്കുന്ന നെയ്ച്ചോറ് അതിൻ്റെയൊക്കെ മുകളിൽ സെർവ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇതിലേക്കുള്ള മസാല അരപ്പ് എന്ന് പറയുന്നത് മന്തിൻ്റെ മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, ഒരല്പം വിനിഗർ, ഉപ്പ്, ഇതെല്ലാം കൂടെ കുഴച്ചിട്ട് തയ്യാറാക്കിയതാണ് മസാല അരപ്പ്. അപ്പോൾ മന്തിൻ്റെ മസാലപ്പൊടിൻ്റെ പിന്നെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ പിന്നെ ചെയ്ത് വെക്കാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കി നോക്കൂ. ആ ഒരു പൊടി വെച്ചിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു ചിക്കൻ ചുട്ടതിന്. മസാല എല്ലാം തേച്ച് കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നേരെ തന്നെ നമുക്ക് പാനിലിട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കാം. ചൂടായി കിടക്കുന്ന ഗ്രില്ലഡ് പാനിലോട്ടേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ ആകുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. കുറേ ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് മതി കേട്ടോ. എന്നിട്ടൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ശരിക്കും അങ്ങനെ വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് മറിച്ചിട്ടെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഈ ചിക്കന്, ഉരുളക്കിഴങ്ങ്, റൈസ് ഇതെല്ലാം കൂടെ കൂടിയിട്ട് സെർവ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും. കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഷേപ്പിലൊക്കെ അങ്ങനെ അരിഞ്ഞെടുത്തോളാം കേട്ടോ. നീളത്തിൽ റൗണ്ടിലാണെങ്കിൽ റൗണ്ടിൽ. ഞാനിപ്പോഴും റൗണ്ടിലാണ് കേട്ടോ കട്ട് ചെയ്തത്. അതും നൈസായിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല മുരുമുരുങ്ങനായിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ വീണ്ടും ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ആ ഒരു ഒലിവ് ഓയിൽ തന്നെയാണ് ഉരുളക്കിഴങ്ങും ഇതേപോലെ തന്നെ മൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ചിക്കന് 2 സൈഡും വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ അതേപോലെ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ ഇട്ടാലും മതി കേട്ടോ. ബട്ടറിലും നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ദണ്ട ഈ ഒരു രീതിക്കാണ് സെർവ് ചെയ്യുന്നത്. പ്ലെയിൻ റൈസ്, ഏതെങ്കിലും ബസ്മതി റൈസോ ജീരകശാലൻ്റെ അരിയുണ്ട്, ഏതെങ്കിലും ഒരു പ്ലെയിൻ റൈസ് തയ്യാറാക്കുക. എന്നിട്ട് അതിൻ്റെ റൗണ്ടിൽ ഫുള്ള് ഉരുളക്കിഴങ്ങ് വെക്കുക.
എന്നിട്ട് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് പീസും അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ പൊരിച്ച ഒരു ഒലിവ് ഓയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വലിയ ഉള്ളി പച്ചയിൽ തന്നെ അരിഞ്ഞത് അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുന്നുണ്ട്. ഒരല്പം നമുക്ക് പാർസലിയും കൂടെ അങ്ങനെ ഇട്ട് കൊടുത്താൽ സെറ്റായി കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാനുള്ളൊരു ഫീലിംഗ് തന്നെ വരും കേട്ടോ. പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാലോ അതൊരിക്കലും വിടൂല, അത്ര ടേസ്റ്റാണ് കേട്ടോ. നല്ല ഹെൽത്തി ഐറ്റമാണ്, എന്നാലും നല്ല ഫ്ലേവർ അടങ്ങിയതാണ്. ഉരുളക്കിഴങ്ങും ചിക്കനും പാർസലും ചോറെന്ന് പറയാൻ വേറെ ഫ്ലേവർ പ്രത്യേകിച്ച് ആ ചോറിൽ ഞാൻ ഇട്ടിട്ടില്ല. സാധാരണ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. പക്ഷേ കഴിക്കുമ്പോഴുണ്ടല്ലോ മാഷാല്ലാ പൊളി ടേസ്റ്റ്. വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ ഫുൾ ഗ്യാരണ്ടി ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്തോളൂ കേട്ടോ. ഇതൊരു സ്പെഷ്യൽ തൂമിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഹെൽത്തി ആയിട്ടുള്ള തൂമാണ്. ഗ്രില്ലഡ് ചിക്കനും മന്തി ഇനി ബ്രെഡ് ടോസ്റ്റ് ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് തൈരാണ് വേണ്ടത്. നല്ല കട്ട തൈര് ശരിക്കും ഒന്നങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം. ഒരല്പം ഉപ്പും വെള്ളുള്ളിൻ്റെ പേസ്റ്റും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂണ്. പിന്നെ നമുക്കിതിലേക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് ദില്ലാണ്. ദില്ല് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇവിടെ വെച്ചാൽ 1 ദിറംസേ ഉള്ളൂ ഒരു കെട്ടിന്. അപ്പോൾ നാട്ടിൽ ഒരു 10-20 റുപ്പീസല്ലേ ഉള്ളൂ വരുള്ളൂ. അപ്പോൾ ദിൽ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ദിൽ ഉണ്ടെങ്കിൽ മാത്രം ഇതുണ്ടാക്കുക, കാരണം ഇതിൻ്റെ ഫ്ലേവറാണ് ഇതിൻ്റെ രുചി കൂട്ടുന്നത്. എന്നിട്ട് ചെറുതാക്കി ദണ്ടെ കുത്തി അരിയുക. അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തൈരിലോട്ടേക്ക് അതൊന്ന് ചേർത്തിട്ട് ശരിക്കും ഒന്ന് കലക്കിയെടുക്കുക. ഓഹ് പൊന്നെ, ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ വേറെ ലെവലാണ്. തൈര് നമ്മുടെ നാട്ടിലത്തെ മിൽമൻ്റെ ആ തൈര് എടുക്കരുതേ. ഇപ്പം നമ്മുടെ അവിടെ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന അങ്ങനത്തെ ഒക്കെ തൈരുണ്ടല്ലോ, നല്ല കട്ട ക്രീമി ആയിട്ടുള്ള തൈര്, അതെടുത്താലേ ഇതിന് രുചി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു സൂപ്പറായിട്ടുള്ളൊരു തൂമാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കണമെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ സെർവ് ചെയ്തോളണ്ടേ. അപ്പോൾ ഈ ഗ്രില്ലഡ് ചിക്കന് എന്തുണ്ടാക്കുകയാണെങ്കിലും ഇതും കൂടെ ഉണ്ടാക്കിക്കോളണ്ടേ കേട്ടോ. ഇതും നമ്മുടെ കടലൻ്റെ ഏത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോളൂ, ഒക്കെ അടിപൊളിയാണ്. ഇനി നമുക്ക് അടുത്തത് നോമ്പൊക്കെ തുറക്കുന്ന സമയത്തെ നമുക്ക് നല്ല ചടപടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്സിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. വലിയുള്ളി അരിഞ്ഞത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1ൻ്റെ പകുതി അത്ര മതി കേട്ടോ 3 എഗ്ഗിലേക്ക്. പിന്നെ വേണ്ടത് നമ്മുടെ ദില്ലൊരു രക്ഷയില്ലാത്തൊരു ദില്ല് തന്നെയാണ് കേട്ടോ. എന്താ അതിൻ്റെ ഒരു ഫ്ലേവർ എന്നറിയോ. അത് കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ദില്ലില്ലെങ്കിൽ പാർസൽ ഇട്ട് കൊടുത്താലും മതി. പാർസലി സൂപ്പർ ഫ്ലേവറാണ്. പിന്നെ അതേപോലെ ഒരു 1/4 ടീസ്പൂണ് വെള്ളുള്ളിൻ്റെ പേസ്റ്റും കൂടെ അതിൽ ചേർത്തിട്ട് ശരിക്കും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചൂടായി കിടക്കുന്ന തവയിലേക്ക് വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഇതൊന്നും നമുക്കൊരു ഓംലെറ്റ് രീതിക്കൊന്ന് പൊരിച്ചെടുക്കാം. അതായത് 2 എണ്ണം ആക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. പിന്നെ അതേപോലെ ദില്ലും പാർസലും ഒക്കെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ. അപ്പം കിട്ടാത്തതായിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ. എന്താ അറിയില്ല, അതിൻ്റെ ഫ്ലേവർ ഔട്ട്സ്റ്റാൻഡിങ് ഫ്ലേവറാണ്. നമ്മുടെ സാധാരണ മല്ലിയിലേൻ്റെ ആ ഒരു ഫ്ലേവറേ അല്ല കേട്ടോ ഇത്. നമുക്ക് ശരിക്കും ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് നമുക്കിത് തരിക. അപ്പോൾ ഇത് സെർവ് ചെയ്യേണ്ടത് എങ്ങനെ അറിയോ, കുബൂസ് എടുക്കുക. കുബൂസോ ചപ്പാത്തിയോ, കുബൂസാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷന്. എന്നിട്ട് നമ്മുടെ മുട്ട പൊരിച്ചത് അതിലേക്ക് ഇട്ടെടുക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ദില്ലിൻ്റെ തൂമില്ലേ, അതൊരു ടീസ്പൂൺ അങ്ങനെ ഇട്ടെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വലിയുള്ളി അരിഞ്ഞതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടെടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഉണ്ടെങ്കിൽ ഒലിവ് അങ്ങനെ ഇട്ടെടുത്തോളൂ. നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അലപ്പീനോ വാങ്ങാൻ കിട്ടൂലേ, അലപ്പീനോ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പം നല്ലൊരു സ്പൈസി ഫ്ലേവറും കിട്ടും. അപ്പോൾ വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദില്ലിൻ്റെ തൂമുണ്ടല്ലോ അത് വീണ്ടും ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ദില്ല് അരിഞ്ഞ് വെച്ചത് അതും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഷവർമ്മക്ക് റോൾ ചെയ്യൂലേ, അങ്ങനെ റോൾ ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കട്ടോ. ഒരു രക്ഷയില്ലാത്ത രുചിയാണ്. അതുമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു നോമ്പിന് ഇതൊക്കെ എന്തായാലും ട്രൈ ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെടും, കാരണം ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവേഴ്സിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടൂല കേട്ടോ, ഇവിടെ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു തൂമും ഈ ഒരു സോസൊക്കെ എന്തായാലും ഉണ്ടാക്കി വെച്ചോളൂ. ഇതൊന്നും ചീത്താവൊന്നുമില്ല കേട്ടോ. 2 ആഴ്ച അങ്ങനെ ഫ്രിഡ്ജിൽ ചീത്താവാതെ തന്നെ നമുക്ക് കിട്ടും. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സൊക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അങ്ങനെ സെർവ് ചെയ്തോളൂ. ഇനി വീട്ടിൽ വിരുന്നാരൊക്കെ വരികയാണെങ്കിലോ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക, ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.